ആരിഫീങ്ങൾ, സാലിഹീങ്ങൾ, ഔലിയാക്കൾ അവരൊക്കെ ഇവിടെ വരികയും ഒന്നരായ എന്റെ പിതാവ്, അതുപോലെ തന്നെ CM വലിയുള്ള, ജാവക്കൽ വലിയുള്ള, മഹാനായ ശൈഖുന നമ്മളെ ഉസ്താദ് ശംസുല്ലമായ EK ഉസ്താദ്, കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ളവരെയൊക്കെ അന്ന് ആ ചെറിയ പള്ളി, നേരത്തെ ഇവിടെ ഉണർത്തിയ ആ ചെറിയൊരു പള്ളി, അത് ഉദ്ഘാടനത്തിൽ എത്തിച്ചു. മഹാനായ ഒന്നരായ ഉള്ളാളം ഉസ്താദ് താജുൽ ഉലമ അവർ ഇതിന്റെ എല്ലാം ഉപദേഷ്ടാവുമായി. അങ്ങനെ കാലം കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഈ നിലക്കുള്ള നേതൃത്വം നൽകാൻ പറ്റിയ മഹാനായ താജുൽ ഉലമയുടെ ഓമന പുത്രൻ, എന്റെ ഭാര്യ സഹോദരനുമായ ബഹുമാനപ്പെട്ട കൂറത്ത് സയ്യിദ് ഫദൽ കോയമത്തങ്ങളെ അള്ളാഹുവിന്റെ ഖലാ കൊണ്ട് ഇവിടെ എത്തുകയും ഇന്ന് ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു പ്രദേശമായി മാറുകയും ചെയ്തു. മാത്രമല്ല ആ അനുകൂലമായ സാഹചര്യങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇവിടെ ഉന്നതമായ ദീനീ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. അല്ലാഹു അത് വളരെ വികസിച്ച നിലക്ക് അല്ലാഹു നിലനിർത്തി തരുകയും ചെയ്യുമാറാണ്. വിശദമായ ആ കാര്യങ്ങൾ ഞാൻ ഉണർത്തുന്നില്ല. ഞാൻ നേരത്തെ ഓതിയ ആയത്തും ഹദീസിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് മറ്റല്പകാര്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ടത് ഉണർത്തിക്കൊണ്ട് ഞാൻ വിരമിക്കുകയാണ്. മറ്റുള്ള കാര്യങ്ങൾ വിശദമായി സാന്ദർഭികമായ ഇൽമുകൾ അബ്ദുൽ വഹാബ് സഖാഫി നിങ്ങളെ ഉണർത്തുകയും ചെയ്യും. അതിന് അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു വളരെ ഗൗരവപൂർവ്വം നമുക്കൊരു മുന്നറിയിപ്പ് നമ്മളോട് നൽകുകയാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്ന് നമ്മളോട് അല്ലാഹു പറയും. ഇത് പറഞ്ഞതാരോടാണ്? യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏ മുഅ്മിനീങ്ങളെ എന്ന് അല്ലാഹു അഭിസംബോധന ചെയ്യുന്നു നമ്മളോട് തന്നെ. മുഅ്മിനീങ്ങളാണ്. ഇത്തഖുല്ലാഹ, നിങ്ങൾ തഖ്വ ചെയ്യണം, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം എന്ന് അല്ലാഹു പറയുന്നു. അത് നമ്മളോട് തന്നെ. തീർന്നില്ല. മൂന്നാമത് അല്ലാഹു പറയുന്നു, നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത്. അപ്പൊ വളരെ ഗൗരവമായി നാം അവിടെ ചിന്തിക്കണം. നമ്മൾ മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്, നമ്മൾ തഖ്വ ചെയ്യുന്നവരാണ്. പോരാ, നമ്മുടെ വിശ്വാസം, നമ്മുടെ ഈമാൻ അവസാന അന്ത്യശ്വാസം വരെ നിലനിർത്തുകയും അതുവരെയും നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം വളരെയേറെ ശക്തിപ്പെടുത്തുകയും ചെയ്യണം എന്ന് അല്ലാഹു ഉണർത്തുന്നു. മാത്രമല്ല, ഏതെങ്കിലും ഒരു നിലക്ക് നിങ്ങളുടെ ഈമാനിന് കോട്ടം തട്ടുന്ന, നിങ്ങളുടെ വിശ്വാസത്തിന് വല്ല നിലക്കുമുള്ള വീഴ്ച വരുത്തുന്ന വിശ്വാസങ്ങൾ വന്നുപോകരുത് എന്ന് അല്ലാഹു ഉണർത്തുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. വൽ ആഖിബത്തുൽ മുത്തഖീൻ. അവസാന വിജയം മുത്തഖീങ്ങൾക്കാണെന്ന്. എന്താണ് അവസാന വിജയം? നമ്മുടെ വിശ്വാസം കൊണ്ടും നമ്മുടെ ഈമാൻ കൊണ്ടും നമ്മുടെ ഇബാദത്ത് കൊണ്ടും നാം പ്രധാനമായി ചിന്തിക്കേണ്ടത് എന്റെ ആഖിബത്ത് എങ്ങനെയായിരിക്കും, എന്റെ മരണം എങ്ങനെയായിരിക്കും. നിങ്ങൾ മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുത് എന്ന് അല്ലാഹു പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഇത് മറ്റുള്ളവരോടല്ല. യാ അയ്യുഹന്നാസ് എന്നല്ല, യാ അയ്യുഹല്ലദീന ആമനൂ. ഈ മുശ്രിക്കുകളായവർ പലരും മുസ്ലിമീങ്ങൾ തന്നെയാണ്, വിശ്വാസികളാണ്, ചിലപ്പോൾ ഇബാദത്ത് ചെയ്യുന്നവരാണ്. അതേസമയത്ത് ആഖിബത്ത് ചീത്തയാകുന്ന നിലക്ക് അവർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആ കൂട്ടത്തിൽ പെടാതെ നമുക്ക് രക്ഷപ്പെടണം. ഇതാണ് ഇവിടെ ചിന്തിക്കുന്നത്. സുന്നത്തി ജമാഅത്തിന്റെ ആശയത്തിൽപ്പെട്ടതാണ് തരീഖത്തുകൾ. മുറബ്ബിയായ മശായിഖന്മാർ, തരീഖത്തിന്റെ ശൈഖന്മാർ, അതൊക്കെ വേണം. അത് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് വ്യാജമായിക്കൊണ്ടുള്ള തരീഖത്തുകൾ.
അതിൽ കുടുങ്ങിയ എത്രയാൾ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോയവരുണ്ട്. തെളിവുകൾ നമ്മുടെ വിശ്വാസത്തെ ചൂഷണം, ഇസ്ലാമിൽ നിന്ന് പുറത്തായി വിശ്വാസം തന്നെ മാറി. മാത്രമല്ല മറ്റു പല വിഭാഗങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അവരും നമ്മുടെ ഈമാനിനെ ചൂഷണം ചെയ്യുന്നു, നമ്മുടെ അഖീദയെ പിഴപ്പിക്കുന്നു, അതിലേക്ക് മായം ചേർക്കുന്നു. വർജിനലായ ഈമാൻ, വർജിനലായ തൗഹീദ്, അതിലേക്ക് പലതും ചേർക്കുകയും പലതും ഇഷ്ടാനുസരണം കളയുകയും ചെയ്യുന്നു. സുന്നത്ത് ജമാഅത്ത് അങ്ങനെയല്ലല്ലോ. അത് ഇൻഷാ അല്ലാഹ് ആ വിഷയം തന്നെ അബ്ദുൽ വഹാബ് സഖാഫി നിങ്ങൾക്ക് വിശദീകരിച്ചു. നമ്മുടെ വിശ്വാസം വർജിനൽ, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിന്റെ ദീന്, ആ ദീൻ അല്ലാഹു ആർക്ക് നൽകി? മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബായ നബി അത് ആരെ മുന്നിൽ പ്രദർശിപ്പിച്ചു? ആർക്ക് കാണിച്ചു കൊടുത്തു? ലക്ഷക്കണക്കിന് വരുന്ന പരിശുദ്ധാത്മാക്കളായ തുടരാൻ പറ്റിയ മാതൃകായോഗ്യന്മാരായ പരിശുദ്ധാത്മാക്കളായ സഹാബത്തിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. പരിപൂർണമായും അവർ അനുകരിച്ചു, ഉൾക്കൊണ്ടു. അതാണ് ഇസ്ലാം. റസൂലുള്ളാഹിനെ കണ്ട് മനസ്സിലാക്കി ഉമർ ഫാറൂഖ് എന്ത് ചെയ്തു? നബിതങ്ങളിൽ നിന്ന് മനസ്സിലാക്കി അലി ബിൻ അബി താലിബ് എന്ത് ചെയ്തു? റസൂലുള്ളാഹിൽ നിന്ന് മനസ്സിലാക്കി മഹദിയായ ആയിഷ ബീവി എന്ത് റിപ്പോർട്ട് ചെയ്തു? ഇതാണ് നമുക്ക് മാതൃക. നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ഏത് സമയത്ത് ഗൗരവത്തിൽ പ്രസംഗിക്കുന്നു, ഏത് സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നു, ഏത് സമയത്ത് കൈകൊണ്ട് അങ്ങ് കാണിക്കുന്നു എന്നുള്ളത് ഇവിടെയുള്ള നിങ്ങൾക്ക് ദൃസാക്ഷികളാണ്. എങ്കിൽ ഹബീബായ നബി തങ്ങൾ പരിശുദ്ധമായ ദീനിന് നേതൃത്വം നൽകിക്കൊണ്ട് 23 കൊല്ലക്കാലം പ്രവർത്തിക്കുമ്പോൾ അത് പരിപൂർണമായി ഉൾക്കൊള്ളുകയും കാണുകയും ചെയ്ത, അത് പരിപൂർണമായി പിന്തുടരുകയും ചെയ്തവരാണ് പരിശുദ്ധാത്മാക്കളായ നമ്മുടെ മുൻഗാമികളായ, നമ്മുടെ മാതൃകായോഗ്യന്മാരായ സഹാബത്ത് വിശ്വസിക്കുന്നവരാണ്. അവർക്കും വീഴ്ച പറ്റിയെന്ന് വാദിച്ചുകൊണ്ട് നമ്മുടെ അഖീദയെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി പറയുകയാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും നല്ല കാലം ഞാനും എന്റെ സഹാബത്തും ജീവിക്കുന്ന കാലഘട്ടം, എന്റെ കാലഘട്ടം. പിന്നെ താബിഈങ്ങൾ, താബിഈങ്ങൾ, അങ്ങനെ ഏകദേശം ഒരു 3 നൂറ്റാണ്ട് വളരെ ഹൈറായ കാലമാണെന്ന് നബി തങ്ങൾ പറഞ്ഞാൽ 1500ഓളം കൊല്ലങ്ങൾക്ക് പിന്നിലാണ് നാം എങ്കിൽ കാലങ്ങൾ നീളും തോറും ദുഷിച്ച സ്വഭാവങ്ങളും ഫസാദുകളും ഇവിടെ അധികരിച്ചുകൊണ്ടേ വരുന്നു. ഈമാന്റെ ശക്തി കുറച്ചു കൊണ്ടുവരുന്ന, വിശ്വാസത്തിന് കോട്ടം തട്ടിക്കുന്ന പല സംവിധാനങ്ങളും പല പ്രസിദ്ധീകരണങ്ങളും പലതും നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല അല്ലാഹുവിനുള്ള വിശ്വാസത്തിൽ നിന്ന്, അല്ലാഹുവിനുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ നിന്ന്, അല്ലാഹുവിൽ നമ്മൾക്കുള്ള ശക്തിയായ അല്ലാഹുവിന്റെ ശക്തിയിൽ വിശ്വാസത്തിൽ നമ്മെ മാറ്റിക്കളയുന്ന പുതിയ പുതിയ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. അതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് വില കൽപ്പിക്കേണ്ടതില്ല. കാരണം അതൊക്കെ അല്ലാഹു നൽകിയ കഴിവുകളാണ്. മനുഷ്യരെ എല്ലാം അല്ലാഹുവാണ്, എല്ലാ കുദറത്തും അല്ലാഹുവാണ്, എല്ലാ ശക്തിയും അല്ലാഹുവിലാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹി. ആധുനികമായ ശാസ്ത്രീയമായ എന്ത് തന്നെ ലോകത്ത് കണ്ടുപിടിച്ചാലും ആ കണ്ടുപിടിച്ചവനാരാണോ അവൻ മനുഷ്യനാണോ എങ്കിൽ അവനെ സൃഷ്ടിച്ചവനാരാണ്? അല്ലാഹുവാണ്. ആ കണ്ടുപിടിക്കുന്ന മനുഷ്യന് ആ ചിന്ത നൽകുന്നവൻ, ആ അക്കൽ നൽകുന്നവൻ, ആ ബുദ്ധി നൽകുന്നവനാരാണ്? അല്ലാഹുവാണ്. എല്ലാം അല്ലാഹുവാണെന്ന് വിശ്വസിച്ച മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്. അതുകൊണ്ടൊന്നും നമ്മുടെ ഈമാനിനെ പഴുതു പറ്റാൻ പാടില്ല. അപ്പോൾ കാലാന്തരത്തിൽ നമ്മുടെ വിശ്വാസങ്ങൾക്ക് ഫസാദിന്റെ കാലഘട്ടം വന്നുകൊണ്ടിരിക്കുന്നു. ഖിയാമത്തിലേക്ക് ലോകം അടുത്തുകൊണ്ടിരിക്കുന്നു, ലോകാവസാനത്തിൽ. അപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞ നല്ല കാലഘട്ടം ദൂരമായിക്കൊണ്ടിരിക്കുന്ന കാലത്തിൽ നാം ഇവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി നാം നീങ്ങിക്കൊണ്ടിരിക്കണം. വളരെ ജാഗ്രതയോടെ, വളരെ സൂക്ഷിച്ചുകൊണ്ട് നാം നീങ്ങണം.
എന്തിനു വേണ്ടി? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതെന്ന് അല്ലാഹു പറഞ്ഞ അവസാനം മുസ്ലിമായി മുഅ്മിനായി മരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നാം ഒരുക്കിക്കൊണ്ടേയിരിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, മരണം എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതിനായിരിക്കണം നമ്മുടെ പ്രവർത്തനം, അതിനായിരിക്കണം ആ സമൂഹത്തെ വളർത്തലായിരിക്കണം നമ്മുടെ ഖിദ്മത്ത്. അതിനാണ് പള്ളി ദർസുകൾ, അതിനാണ് മദ്രസകൾ, അതിനാണ് പ്രസംഗങ്ങൾ, അതിനാണ് പ്രസിദ്ധീകരണങ്ങൾ. നമ്മുടെ മുൻകാലികളായ സലഫുസ്സാലിഹീങ്ങളായ ആലിമീങ്ങളും പണ്ഡിതന്മാരും അവർ പ്രസംഗിക്കുന്നവർ അല്ലാഹു അതിന് കഴിവ് നൽകിയവർ പ്രസംഗിച്ചു. ദർസ് നടത്താൻ കഴിവുള്ളവർ ദർസ് നടത്തി, എഴുതാൻ കഴിവുള്ളവർ എഴുതി, പ്രചരിപ്പിക്കാൻ കഴിയുന്നവർ പ്രചരിപ്പിച്ചു. ഓരോരുത്തർക്കും അല്ലാഹു നൽകിയ അനുഗ്രഹം എന്താണോ, കഴിവെന്താണോ, ശക്തി എന്താണോ, അത് ഈ ദീൻ നിലനിർത്തുവാൻ വേണ്ടി ഈ സമൂഹത്തെ യഥാർത്ഥ മുസ്ലിമീങ്ങളാക്കി വളർത്തുവാനും അവരുടെ അവസാനശ്വാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ കലിമത്ത് ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിമായി മുഅ്മിനായി മരിച്ചുകൊണ്ട് ആഖിറത്തിന്റെ ജീവിതം സുന്ദരമാക്കാനുള്ള സാഹചര്യം ഒരുക്കാനാണ് അവർ പ്രവർത്തിച്ചത് എങ്കിൽ അത് തന്നെയാണ് നമ്മൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ദർസ് ഉണ്ട് എന്ന് പറഞ്ഞു, നിലനിൽക്കണം. ഇവിടെ മദ്രസ വേണം, ഇവിടെ ദീനിയായ പ്രചരണങ്ങൾ വേണം, ദീനിയായ പ്രവർത്തനങ്ങൾ വേണം, സുന്നത്ത് ജമാഅത്ത് നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ വേണം. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിനെ ചൂഷണം ചെയ്യുന്ന വിഭാഗം എന്താണോ അവരുടെ തനി രൂപം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ട സംവിധാനം വേണം. ഇതാണ് നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ സാദാത്യങ്ങൾ ചെയ്തു. ഇവിടെയായാലും ഇനി എവിടെയായാലും ശരി, സയ്യിദന്മാരുടെ സാദാത്യങ്ങളുടെ നേതൃത്വം അത് നേരെ അഷ്റഫുൽ ഖൽഖായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളിലേക്കാകുമ്പോൾ നിശ്ചയമായും അതിന് ഫലമുണ്ടാകും. ആ നേതൃത്വത്തിൽ ശക്തി ഉണ്ടാകും, അത് അല്ലാഹു നിലനിർത്തും, അത് ശക്തിപ്പെടുത്തുകയും ചെയ്യും. ആ കാര്യത്തിൽ സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളെ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി സഹകരിക്കണം. എന്നീ സമയത്ത് ഞാൻ ഓർത്തുന്നു, മഹാനായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ചുള്ള സലാത്ത്, ഇന്നല്ലാഹ മലായികതു യുസല്ലു അൻ-നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലമു തസ്ലീമ. ഇത് അനാചാരമല്ല, ഇത് അന്ധവിശ്വാസമല്ല, ഇതില്ലാത്തതാരും ആലിമീങ്ങളോ സയ്യിദന്മാരോ കൂട്ടിച്ചേർത്തതല്ല. നസ്സാണ്, വിശുദ്ധ ഖുർആനാണ്, അല്ലാഹുവിന്റെ കലാമാണ്. ഹബീബായ നബി നമ്മുടെ മേൽ സലാത്ത് ചൊല്ലുക. ആ സലാത്ത് റസൂലുള്ളാഹി ചൊല്ലി കാണിച്ചു കൊടുത്തു, സഹാബത്ത് മുഴുവനും ചൊല്ലി. അതുമുതൽ ഇന്ന് വരെയുമുണ്ട്. നമ്മളും സലാത്ത് ചൊല്ലുന്നു, അനുവദനീയമാണ്. ആ സലാത്ത് ഇവിടെ നിലനിർത്തി വരുന്നുണ്ട്. ആ സലാത്തിന്റെ വാർഷികം എന്നും നാളെയുമായി ഇവിടെ കൊണ്ടാടുകയാണ്. അതുകൊണ്ട് എന്റെ മുഅ്മിനീങ്ങളെ വളരെ പ്രധാനപ്പെട്ട സാദാത്യങ്ങളെ നേതൃത്വം നൽകുന്ന ഇൽമിന്റെ മജ്ലിസുകൾ, ദർസും മദ്രസകളും നിലനിൽക്കുന്ന പരമ്പരാഗതമായ ആലിമീങ്ങളും ആരിഫീങ്ങളും ഉപദേശിച്ച് നേതൃത്വം നൽകിയ ഈ സ്ഥാപനത്തിലുള്ള ഈ സലാത്ത് വളരെയധികം ഉപകാരമുള്ളതാണ്. ഹബീബായ നബി തങ്ങൾ വളരെയേറെ ഇഷ്ടപ്പെടുന്നതാണ് എന്ന് മനസ്സിലാക്കി ഇതെല്ലാം സംബന്ധിക്കണമെന്നും മഹാനായ തങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാവരും ഒത്തൊരുമയോടെ നീങ്ങണമെന്നും നിങ്ങളെ ഉപദേശിക്കുന്നു. ഇവിടെ എന്ത് ആവശ്യത്തിന് വേണ്ടി, എന്ത് ചികിത്സയ്ക്ക് വേണ്ടി, എന്തിന് രോഗത്തിന് വേണ്ടി സമീപിക്കുന്നുവോ അവർക്കെല്ലാം അവരുടെ സതുദ്ദേശം അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുകയും അവരുടെ രോഗങ്ങൾ അല്ലാഹു പരിപൂർണമായി ശിഫയാക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ വാക്യത്തോടെ ഈ സലാത്ത് വാർഷികത്തിന്റെ ആദ്യ ദിവസത്തെ ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.